കർണാടകയിലെ വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ ആക്ടറാണ് ദർശൻ. ഇപ്പോൾ ആൾക്കെതിരെയും അതുപോലെ തന്നെ ഒരു 10 പേർക്കെതിരെയും ഒരു കേസ് ഫയലായിരിക്കുകയാണ്. കർണാടക മുഴുവൻ ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു കേസാണത്. അതായത് ആളുടെ ഫാനായിരുന്ന രേണുകാസ്വാമി എന്ന് പറയുന്ന 33 വയസ്സുള്ള ഒരാളെ കൊലപ്പെടുത്തിയെന്നുള്ളൊരു കേസിലാണ് അകത്ത് പോയിട്ടുണ്ടായത്. അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രേണുകാസ്വാമി എന്ന് പറയുന്ന ആൾ സോഷ്യൽ മീഡിയയിലും മറ്റും മെസ്സേജ് അയച്ചതിൻ്റെയും അതേപോലെ തന്നെയുള്ള ഒരുപാടധികം കാര്യങ്ങൾ ചെയ്തതിൻ്റെയും ഫലമായിട്ടുണ്ടായത് ദേഷ്യം ഉണ്ടല്ലോ, ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതായിട്ട് പറയപ്പെടുന്നത്. ഈ ഒരു ഇൻസിഡൻറ്റ് കൊണ്ട് തന്നെ കർണാടക ഫിലിം ഇൻഡസ്ട്രിയും അതുപോലെ തന്നെ എന്താ പറയുക സിനിമ കാണുന്ന ഒരുപാടധികം ആളുകളും ആകെപ്പാടെ ഷോക്കായിരിക്കുകയാണ്. പണ്ടത്തൊക്കെ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആക്ടേഴ്സിനെ കുറിച്ചും ബാക്കിയുള്ള ആളുകൾ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് ഡയറക്റ്റായിട്ട് അവർ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഡയറക്റ്റായിട്ട് കമൻറ്റുകളിലൂടെയും മറ്റൊക്കെ അവർ അറിയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതുണ്ട്. അതുപോലെ തന്നെ വായി തോന്നിയത് വിളിച്ചു പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാടധികം പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയ ലോകത്തിൽ തന്നെ നടക്കുന്നുണ്ട്. അതിൻ്റെ തന്നെ ഒരു എക്സ്ട്രീം കാര്യമാണ് ഈ ഒരു കേസും. അപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കേസിനെ കുറിച്ചിട്ട് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റിസൈൻ ദിസ് സൈഡ്. കർണാടകയിലെ ചിത്രദുർഗ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു 33 വയസ്സുള്ള രേണുകാസ്വാമി എന്ന് പറയുന്ന ഒരാൾ താമസിച്ചിരുന്നത്. അവിടെ ഒരു അപ്പോളോ ഫാർമസിയിലായിരുന്നു ആൾ ജോലി ചെയ്തിരുന്നത്. അന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂൺ 8-ാം തീയതി എന്നത്തെയും പോലെ രാവിലെ തന്നെ ആൾ ജോലിക്കൊക്കെ പോയതായിരുന്നു. അതിനുശേഷം ഒരു ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആയപ്പോൾ അമ്മയെ വിളിക്കുകയാണ് ഉണ്ടായത്. അതായത് ഇന്ന് ഞാൻ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കാണാനായിട്ട് പോകും, അത് കാരണം ലേറ്റ് ആയിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായത്. ഈ രേണുകാസ്വാമിയുടെ വെഡിങ് ആനിവേഴ്സറി വരുന്നുള്ളൂ. അടുത്തൊരു 10-15 ദിവസത്തിൽ ആളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അതുപോലെ തന്നെ ആളുടെ വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്നു. ഒരു 5 മാസത്തിൽ അച്ഛനാകാൻ പോകുന്ന ഒരാളായിരുന്നു. എന്നാൽ ഇത് രണ്ടും കാണാനുള്ളൊരു ഭാഗ്യം ആൾക്കുണ്ടായില്ല. ഈ ഒരു കോളിന് ശേഷം പിന്നീട് രേണുകാസ്വാമി വരാനായിട്ട് വൈകിയപ്പോൾ അമ്മ ആ ഒരു രേണുകാസ്വാമിയെ വിളിച്ചു നോക്കുകയാണ്. എന്നാൽ ആ ഒരു കോളും കാര്യങ്ങളൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം പേടിച്ചു പോയ അമ്മ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈൻറ്റ് കൂടെ ഫയൽ ചെയ്യാണ് ഉണ്ടായത്. ഇപ്പുറത്തെ ഒരു സൈഡ് നമ്മൾ ആക്ടർ ദർശൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കർണാടകയിൽ തന്നെ വളരെ ലോയലായിട്ടുള്ള ഫാൻ ബേസ് ഉള്ള വലിയ ഒരു ആക്ടറാണ്. അപ്പോൾ ആളുടെ കല്യാണം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വിജയലക്ഷ്മി എന്നായിരുന്നു ഭാര്യയുടെ പേര്. അതുപോലെ തന്നെ ഒരു കുട്ടിയുമുണ്ട്. സെയിം ടൈമിൽ ദർശന് പവിത്ര ഗൗഡ എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരും ഈ ഒരു ഇൻഡസ്ട്രിയിലത്തെ തന്നെ ഒരു ആക്ട്രസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവർ കുറച്ച് നാളുകൾക്ക് മുൻപ് ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ എന്താ പറയുക ഒരുമിച്ചാണ്, എന്താ പറയുക 10 വർഷമായിട്ട് ഒരുമിച്ചുള്ളതിൻ്റെ ഒരു ആഘോഷം അങ്ങനെയുള്ള ഒരു രീതിയിലൊക്കെ ആയിരുന്നു ഫോട്ടോസും കാര്യങ്ങളും പോസ്റ്റ് ചെയ്തിരുന്നത്. ദർശനാണെന്നുണ്ടെങ്കിൽ അത് എതിർത്തിട്ടും ഉണ്ടായിരുന്നില്ല. ഈ പവിത്ര ഗൗഡയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറുപ്പത്തിൽ അവരുടെ കല്യാണം കഴിഞ്ഞതായിരുന്നു. അതിൽ ഒരു കുട്ടിയുണ്ട്. പിന്നീട് ഡിവോഴ്സ് ആവുകയായിരുന്നു. പിന്നെ അവർ ഫിലിമിലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റും കാര്യങ്ങളും വരികയാണ്. ഇത് ഫാൻസിൻ്റെ ഇടയിൽ വലിയ രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു. പിന്നീട് ഈ ഒരു പോസ്റ്റിന് മറുപടി എന്നോണം ദർശൻ്റെ വൈഫായിട്ടുള്ള വിജയലക്ഷ്മി അവരുടെ സോഷ്യൽ മീഡിയയിൽ വേറൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്യാണ്. ദർശനും വിജയലക്ഷ്മിയും കുട്ടിയും കൂടി ഇരിക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു. ഇതാണ് ഞങ്ങളുടെ ഫാമിലി എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായത്. ഇതിന് മറുപടി എന്നുള്ളോണം പവിത്ര ഗൗഡയും ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പവിത്ര ഗൗഡയും അതുപോലെ തന്നെ ഈ ഒരു ദർശനും പിന്നീട് പവിത്ര ഗൗഡയുടെ കുട്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതാണ് ഞങ്ങളുടെ ഫാമിലി ആ ഉള്ള രീതിയിൽ. അതായത് ഇൻ്റർനെറ്റിൽ ഇങ്ങനെ വാറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇവർ തമ്മിൽ. അപ്പോൾ ഇതിനിടയിൽ ദർശൻ്റെ തന്നെ കുറേ ഫാൻസ് തങ്ങളുടെ എന്താ പറയുക ആരാധിക്കുന്ന ആളെ വഴിതെറ്റിച്ചത് ഈ ഒരു പവിത്ര ഗൗഡയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പവിത്ര ഗൗഡയെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിലുള്ള മെസ്സേജുകളും അതുപോലെ തന്നെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു ഈ രേണുകാസ്വാമി. ആൾ വളരെ അഗ്രസീവായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പവിത്ര ഗൗഡ നോട്ടീസ് ചെയ്യാണ്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആളെ തടയാനായിട്ട് സാധിക്കുന്നില്ല. ആൾ സോഷ്യൽ മീഡിയയിൽ അത്ര പോലെ ശല്യം ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലൈൻ്റ് ആയിട്ടാണ് ഇവർ ദർശൻ്റെ അടുത്ത് ഈ ഒരു കാര്യം പറഞ്ഞത്. അങ്ങനെ ദർശൻ തന്നെ ഇൻഫ്ലുവൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു പയ്യനെ ട്രാക്ക് ചെയ്യായിരുന്നു. അങ്ങനെ ചിത്രദുർഗയിലാണ് ഈ പയ്യനുള്ളതെന്ന് മനസ്സിലാവുകയാണ്. പിന്നീട് ഈ ഒരു പയ്യനെ തട്ടിക്കൊണ്ടുവരാനായിട്ട് പ്ലാൻ ചെയ്തു. അങ്ങനെ ഈ ഒരു പയ്യനെ അവിടെ നിന്ന് ബാംഗ്ലൂരിലോട്ട് തട്ടിക്കൊണ്ടുവരുന്നൊരു സിറ്റുവേഷനാണ് ഉണ്ടായത്. അതിനുശേഷം ഈ ഒരു പയ്യനൊരു ഷെഡിലോട്ടായിരുന്നു കൊണ്ടുപോയത്. അവിടെ എന്താ പറയുക ഈ വണ്ടികളും മറ്റുമൊക്കെ സൂക്ഷിക്കുന്ന ഒരു ഷെഡായിരുന്നു. അപ്പോൾ ആ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോയിട്ട് ഈ പയ്യനെ തല്ലിച്ചതക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. ആ ഷെഡിൻ്റെ അവിടോട്ട് ദർശൻ്റെ വണ്ടിയും മറ്റും വന്ന് അതിൻ്റെ CCTV വിഷ്വൽസും കാര്യങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അങ്ങോട്ട് ആ ഒരു ടൈമിൽ പവിത്ര ഗൗഡ വന്നതായിട്ടും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവരുടെ മുന്നിൽ വെച്ചിട്ടും അതുപോലെ തന്നെ ഇവരും ആ ഒരു ആളെ ഉപദ്രവിച്ചു. അതിനുശേഷം ഇയാൾ കൊല്ലപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടായതെന്നാണ് പോലീസുകാർ പറയുന്നത്. അപ്പോൾ കേസ് ഇപ്പോൾ കോർട്ടിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നടന്നിട്ടുള്ളതായിട്ട് പറയപ്പെടുന്നത്. ഇത് പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളല്ല, സ്പെക്കുലേഷൻസ് ആണ്.
അപ്പോൾ തെളിവുകളും മറ്റും കാര്യങ്ങളൊക്കെ നിരത്തിയിട്ട് ഇനി ഈ ഒരു കേസ് ഇതിങ്ങനെ തന്നെയാണെന്ന് പ്രൂവ് ചെയ്യപ്പെടുമോ, ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എന്താ പറയുക അട്ടിമറിക്കപ്പെടുമോ, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്നുള്ളത് നമ്മൾ കണ്ടിരുന്ന് തന്നെ കാണേണ്ടി വരും. പോലീസുകാർ പറയുന്നതിനനുസരിച്ചിട്ട് ഇവർ രണ്ടുപേരും, അതായത് ദർശനും അതുപോലെ തന്നെ പവിത്ര ഗൗഡ അങ്ങോട്ട് ചെന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് എന്ത് ധൈര്യത്തിലാണ് നീ എനിക്കെതിരെ മെസ്സേജ് അയച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് അടിച്ചു. അതേപോലെ തന്നെ ദർശനും അടിച്ചു. പിന്നീട് ഇയാൾ കൊല്ലപ്പെട്ടു. അതിനുശേഷം എന്താ പറയുക, ഒരു ബോഡി ഡിസ്പോസ് ചെയ്യാനായിട്ട് ഇവർ തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് ബാംഗ്ലൂർ ഒരു ബ്രിഡ്ജിൻ്റെ താഴത്തോട്ട് ഇവർ ഈ ഒരു ബോഡി ഡിസ്പോസ് ചെയ്യുന്നത്. ഈ സമയത്ത് രേണുകാസ്വാമിയുടെ വീട്ടുകാർ ഇതൊന്നും തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസമായി ഒരു ഫുഡ് ഡെലിവറി ബോയ് അതിലൂടെ പോയപ്പോൾ ഈ ഒരു ബോഡി കാണുകയാണ്. അങ്ങനെയാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത്. പോലീസുകാരങ്ങനെ ഇത് ആരുടെ ബോഡിയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പോലീസിന് വേറൊരു ഇൻഫർമേഷൻ ലഭിക്കുകയാണ്. അതായത് 3 പേര് ഇതേപോലെ തന്നെ പോലീസിലോട്ട് വിളിച്ച് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളാണ് രേണുകാസ്വാമിയെ കൊന്നത്. അതായത് ഞങ്ങൾക്കും രേണുകാസ്വാമിക്കും ഇടയിൽ പണത്തിൻ്റെ പേരിൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യത്തിൽ ഇന്നലെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പറ്റിപ്പോയതാണ്. പിന്നീട് ബോഡി എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഇരുന്നൊരു സമയത്ത് അവിടെ കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്തതാണെന്ന് പറയുകയാണ്. അങ്ങനെ ഇവർ സ്റ്റേഷനിലെത്തി സറണ്ടറായി. പിന്നീട് പോലീസുകാർ ചിന്തിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ഇതേപോലെ തന്നെ പൈസയുടെ പ്രശ്നമായിരിക്കും, അപ്പോൾ ഈ ഒരു കേസ് അങ്ങനെ ക്ലോസ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അതുപോലെ തന്നെ ഈ രേണുകാസ്വാമിയുടെ മിസ്സിങ് കേസും കാര്യങ്ങളൊക്കെ ആ ഒരു സ്റ്റേഷനിലും ഇതേപോലെ തന്നെ അമ്മ പോയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു ടൈമിൽ പോലീസുകാർ ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യാണ് ഉണ്ടായത്. ഇവരെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ 3 പേരും 3 തരത്തിൽ കഥ പറയാനായിട്ട് തുടങ്ങി. അതായത് ഇവർ പറയുന്നതൊന്നും തന്നെ സിങ്ക് ആവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവരെ 3 പേരെയും നല്ല രീതിയിൽ പോലീസുകാർ ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോഴാണ് തങ്ങൾക്ക് ഓരോരുത്തർക്കും 5 ലക്ഷം രൂപ തരാം സറണ്ടർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നുള്ളൊരു കാര്യം ദർശൻ എന്ന് പറയുന്ന ആക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാർ അറിയുന്നത്. അപ്പോൾ പോലീസുകാർ അടുത്തായിട്ട് ചിന്തിച്ചത് ഈ ഒരു രേണുകാസ്വാമി എന്ന് പറയുന്ന ആളും ദർശനും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതാണ്. അങ്ങനെ അതിനെക്കുറിച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനിൽ ഇവരുടെ അടുത്ത് ചോദിച്ചതും മറ്റുമൊക്കെ ആയിട്ടാണ് പോലീസ് ഈ ഒരു സ്റ്റോറി എന്താ പറയുക അതിൻ്റെ ചുരുളുകളും കാര്യങ്ങളൊക്കെ അഴിച്ചത്. പോലീസിന് ജൂൺ 9-ാം തീയതിയാണ് ബോഡി കിട്ടുന്നത്. ജൂൺ 10-ാം തീയതി തന്നെ മൈസൂർ റാഡിസൺ ഹോട്ടലിൽ ഉണ്ടായിരുന്ന ദർശനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോഴത്തേനും മീഡിയയും കാര്യങ്ങളും എല്ലാവരും അറിഞ്ഞു. അതേപോലെ തന്നെ പബ്ലിക് അറിഞ്ഞു. ഈ ഒരു കേസ് വലിയ രീതിയിലുള്ളൊരു ഇഷ്യൂ ആവുകയാണ്. ഇപ്പോഴും ഇതിൻ്റെ പേരിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദർശനെയും അതുപോലെ തന്നെ പവിത്ര ഗൗഡയെയും പിന്നീട് കുറച്ച് പേര്, അതായത് 10-12 പേരെ ടോട്ടലായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ ഇതാണ് ആക്ടർ ദർശൻ കേസ്. ഈ ഒരു കണ്ടന്റ് ചെയ്യുമെന്ന് വെച്ചിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് മെസ്സേജുകളും അതുപോലെ തന്നെ കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞാൻ ഏതെങ്കിലും കേസുകളും കാര്യങ്ങളും കവർ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പണ്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഓഡിയൻസും അതുപോലെ തന്നെ എന്താ പറയുക ആക്ടേഴ്സ് ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ വലിയ വലിയ ആളുകളായിക്കോട്ടെ, അവർ തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ വളർന്നു. അപ്പോൾ ഒരു ഗ്യാപ്പും കാര്യങ്ങളും കുറഞ്ഞു. ഡയറക്റ്റായിട്ട് നമുക്ക് മെയിൽ ചെയ്യാനും അതുപോലെ തന്നെ എന്താ പറയുക മെസ്സേജ് ചെയ്യാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. പല സമയത്തും അവരത് ചിലപ്പോൾ കാണുകയും ചെയ്തേക്കാം. അത് ചിലപ്പോൾ ടൈമൊന്നും ഇല്ലാത്തവരും ഒരുപാടധികം ആളുകളെ നോക്കുന്ന പോലും ഉണ്ടാവില്ല. എന്നാലും ചില സമയത്ത് ചിലപ്പോൾ നോക്കിയേക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പുവശം. എന്നാൽ ഈ ഒരു സോഷ്യൽ മീഡിയ ലോകത്ത് തന്നെ പല ആളുകളും വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആളുകൾ കുറേയൊക്കെ അത് ഒഴിവാക്കി വിടുന്നുണ്ടാവും. അതുപോലെ തന്നെ ചില സമയത്ത് ഇത്തിരി റൂഡായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടാവും. ആ ഒരു റൂഡായിട്ട് റിയാക്ട് ചെയ്തതിൻ്റെ ഒരു അനന്തര ഫലമാണ് ഈ ഒരു കേസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെ ഒരു ബോധം ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു കോർണറിൽ ഇരുന്നുകൊണ്ട് എന്തും പറയാമെന്നുള്ളൊരു ധൈര്യത്തിൽ ഇതേപോലെ തന്നെ തെറിയും കാര്യങ്ങളും അതും ഇതും ആവശ്യമില്ലാത്തൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഇറിറ്റേഷൻ ആവുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലൈൻ്റ് ഒക്കെ ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ട്രാക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ എന്തായാലും പറ്റുന്നതാണല്ലോ. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ആക്ടർ ഇത്രയും എന്താ പറയുക മോശമായിട്ടുള്ളൊരു വഴിയാണ് തിരഞ്ഞെടുത്തത്. ഇയാളുടെ പേരിൽ ഈ ഒരു കേസ് മാത്രമല്ല, ഇതിന് മുൻപും ഇതേപോലെ തന്നെ വേറെയും കുറേ കോൺട്രവേഴ്സീസൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക ആളുടെ വൈഫിനെ ഉപദ്രവിച്ച കേസ്, അതുപോലെ തന്നെ ഒരു വെയിറ്റർ തല്ലിയ കേസ്, അതുപോലെ തന്നെ വേറെയും കുറേ കേസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കോൺട്രവേഴ്സീസ് ഒരുപാട് ഇയാളുടെ മേൽ മുന്നേ ഉണ്ടായിട്ടുള്ളതാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദർശൻ എന്ന് പറയുന്ന ഹീറോ ആയിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്നിരുന്ന ഒരാൾ റിയൽ ലൈഫിലൊരു വില്ലനായിട്ട് മാറുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങളൊക്കെ കടന്നു പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു എന്താ പറയുക ഈ ഒരു വിഷയം കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, നിങ്ങളുടെ തോട്ട്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്, സ്റ്റേ പീസ്ഫുൾ ഗൈസ്, സ്റ്റേ സേഫ്.